ഡയമണ്ട്സിന്റെ പാന്റേ ധരിക്കൂ. സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ. ആ പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും. ഓ എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്. ഇനി ഇതൊന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെയാ. ഇവരൊക്കെ കൂടി എന്നെ കുത്തോളം എടുപ്പിക്കും. ഓഹോ, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം മുതലാളി. നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെയാ മുതലാളി. തുരുമ്പെന്നും പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. എത്ര ഉണ്ടാ? 99 എത്ര? 99 99 വരില്ലല്ലോ. അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ. തേക്കാൻ ബാക്കി നിങ്ങൾ തരോ? എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. 200. 200ന്റെ കൂടെ 50 കൂട്ടിക്കോ. 200, 50, 250. ഓ 250, 250 തന്നെ. കണക്കൊന്നും തന്നെ പഠിപ്പിക്കല്ലേ. 200 ഉണ്ട്. പിടി വിട്. ആർക്കു വേണ്ടിയാ മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത് എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ജീവിച്ചോ. ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചിരാമൻ എന്തിയെ? അവനെ ഞാൻ ലേലത്തിൽ പറഞ്ഞോണ്ടിരിക്കുക. ആഹാ, കൊച്ചിരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചിരാമന് ലേലത്തിന് പൊക്കൂടെ? കൊച്ചിരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്. ലേലം വിളി ജയിക്കാനായി ജനിച്ചവനവൻ. വാശി അവന്റെ ഒരു വീക്ക്നെസ്. പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. 25,000. 25,000 ഒരു തരം. 25,000 ഒരു തരം. 25,500 ഒരു തരം. 25,500 ഒരു തരം. 26,000. 26,000 ഒരു തരം. 26,000 ഒരു തരം. 27,000 ഒരു തരം. 27,000 ഒരു തരം. 28,000. 28,000 ഒരു തരം. 28,500. 28,500 ഒരു തരം. 28,500 ഒരു തരം. 28,500 രണ്ട് തരം. 28,500 രണ്ട് തരം. 29,000. 29,000 ഒരു തരം. 29,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 ഒരു തരം. 30,000 35,000 ഒരു തരം. 35,000 ഒരു തരം. 35,000 ഒരു തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. 30,000 രണ്ട് തരം. ഉറപ്പിക്കാൻ പോകുകയാണ്. 30,000 മൂന്ന് തരം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. അയ്യോ, ലേലം സക്സസ്. കിട്ടി മുതലാളി, പറഞ്ഞതുപോലെ തന്നെ കിട്ടി. നടന്നത് മുഴുവൻ വിശദമായിട്ട് പറ. നടന്നത് മുഴുവൻ വിശദീകരിച്ച് തന്നെ പറയാം. പറയാം. ആദ്യം നമ്മുടെ ലെവലില്ലേ, കോട്ടപ്പടി കുട്ടപ്പൻ, അവൻ 11,000 രൂപ വിളിച്ചു. എന്നിട്ട് ഞാൻ വിട്ടില്ല. ഞാൻ തീപ്പെട്ടി എടുത്തൊരു ബീഡി കത്തിച്ചു. കണ്ണമാരി കരീം 13,333 വിളിച്ചു. അപ്പൊ ഞാൻ ബീഡി കളഞ്ഞു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴും വായിൽ മുറുക്കാനുണ്ടായിരുന്നു. യു ഡോണ്ട് വറി. പൊന്നാരിമംഗലം പൗലോസ് 14,444 വിളിച്ചു. ഞാൻ വിട്ടുവാ. അപ്പോ ഞാൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു പുക പോലും പുറത്തേക്ക് കളയാതെ ആഞ്ഞു വിളിച്ചു 15,000. നിനക്ക് ഞാൻ സമ്മാനം തരുന്നു. സമ്മാനം തരാൻ വരട്ടെ. ഒന്ന് വേഗം പറയടാ. പറയാം. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് മുതലാളിക്കറിയാലോ. കോട്ടപ്പടി കുട്ടപ്പൻ 18,550 വിളിച്ചപ്പോ ഞാൻ 20,000 വിളിച്ചു. 1000 പോയി. 1000 പോയാൽ എന്ത് വേണ്ട മുതലാളി? ഒടുവിൽ ഞാൻ 35,000 ഉറപ്പിച്ചു. 30,000 വിളിക്കാൻ നിന്റെ അപ്പം കാശന്റെ കൊണ്ടുവന്നിരിക്കുന്ന ഭയങ്കര ചതിയായി പോയല്ലോ മുതലാളി. ഞാനല്ല ചതിച്ചത്, എന്റെ കൂടെ വിളിച്ചവരാ. അവര് കൂട്ടിക്കൂട്ടി വിളിച്ചപ്പോ മുതലാളിയുടെ ചീത്തപ്പേര് കളയാതിരിക്കാൻ ഞാൻ കേട്ടു വിളിച്ചു. മുതലാളി വിഷമിക്കണ്ട. അടുത്ത ലേലത്തില് എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ വായിരിക്കുന്ന കകതം. അപ്പൊ നാളെ കണ്ണമാലി ലേലത്തിന് പോണ്ടേ? കണ്ണമാലിയല്ല, കണ്ണമാലി അല്ലേ? ഓ, എത്തിയോ? ഒരാഴ്ചയായി പുറപ്പെട്ടിട്ട്. ഇത് കാണാൻ മുതലാളി. ഒന്നിങ്ങോട്ട് ഹെൽപ്പ് ചെയ്യടാ. ഇതിന് സ്റ്റാൻഡ് ഇല്ലേ? ലേലത്തിലുള്ള വാശി കാണുന്നില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല മുതലാളി. ലേലം കിട്ടിയ ക്ഷീണത്തിലാ. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. ഓ, ദേഹത്ത് ചൂടോ? പൊട്ട് കിട്ടിയ തലക്കിട്ടാണല്ലോ. ചൂട് വരണ്ട തലക്കല്ലേ? തമാശ കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നില്ല. നിന്നെ ഇപ്പൊ കൊല്ലാനാ തോന്നുന്നേ. ഇപ്പോഴും മുതലാളി നല്ല ചൂടില്ല. തണുത്ത വെള്ളത്തിൽ നന്നായി കുളിച്ചാ മതി. പട്ടിയെ പിന്നെ കുളിപ്പിക്കാം. ആദ്യം മുതലാളി കുളിക്കും. പിന്നെ ചേച്ചി, വെള്ളത്തിൽ തണുപ്പ് കുറവാണെങ്കിൽ 2 ബ്ലാക്ക് ഐസ് കൂടി ഇട്ടേരും. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ വരട്ടെ ചേച്ചി. കുളിക്കാൻ ഐസിട്ട വെള്ളം എടുത്ത് വെക്കട്ടെ? ഐസിട്ട വെള്ളം
ഐസിട്ടോളത്ത് നിന്റെ അച്ഛനെ കൊണ്ട് കുളിപ്പിക്കടി. ചൂട് കൊടുത്തു വേടി. ഐസ് ഉള്ള 25,000 10 35,000 40 17-ാം തീയതി കണക്ക് ചെയ്തില്ലേ? 60,000 അപ്പോട്ടാ അപ്പോട്ടിന്റെ ബർത്ത്ഡേ എന്നാ? 18-12-95. 18-12-95 എന്തോന്നാ 18-12-95 കിട്ടേണ്ട ബാങ്ക് ലോണിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ മാസം അത് കിട്ടിയില്ലെങ്കിൽ ബിസിനസ് കംപ്ലീറ്റ് കുഴയും. വീട്ടിൽ വന്നാലും അപ്പോട്ടിന് കാശിന്റെ ഇരുമ്പിന്റെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. വേണ്ട, ഞാൻ ഇപ്പൊ ഇറങ്ങിയ രംഗീല സിനിമയുടെ കഥ പറഞ്ഞു തരാം. എന്തേ? അതെ, നീ ഒരു ഇരുമ്പ് കച്ചവടക്കാരന്റെ ഭാര്യ, അത് മറക്കണ്ട. എടി, ഒരു കച്ചവടക്കാരൻ എപ്പോഴും കച്ചവടത്തിലെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കുകൾ മാത്രമേ ചിന്തിക്കാനുണ്ടാവൂ. അതുപോലെ തന്നെ ഒരു വീട്ടുകാരിക്ക് വീട്ടുകാര്യങ്ങളെ കുറിച്ചേ പറയാനുണ്ടാവൂ. നീ പണങ്ങണ്ട. കച്ചവട ചിന്തകൾ ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇനി വീട്ടുകാരിയുടെ വീട്ടുകാര്യങ്ങൾ പറ, കേക്കട്ടെ. പറയടോ. അപ്പോട്ടാ ഇതെന്താന്നറിയോ? നമ്മുടെ കുചേലന്റെ കയ്യിലെ പണ്ടൊരു പൊതി ഉണ്ടായിരുന്നില്ലേ? അത് അവിൽ പൊതിയാണെന്ന് ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി. എനിക്കങ്ങനെ ഉൾക്കാഴ്ചയില്ലല്ലോ, സാധാരണ കാഴ്ചയില്ലേ ഉള്ളൂ രേണു. ഓ, എപ്പോഴും ഒരു തമാശയാ. ഈ പാന്റും ഷർട്ടും ആർക്ക് വേണ്ടി വാങ്ങിയതാന്നറിയോ? ഇല്ല, അറിയില്ല. ആർക്കാ? അപ്പോട്ടിന്. അല്ലാതെ ആർക്കാ? അപ്പോട്ടനല്ലേ? നിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ന് മുതൽ തുടങ്ങിയതാ എന്നെ ഈ കുഴലുകൾക്കുള്ളിൽ ഇറക്കാനുള്ള നിന്റെ ശ്രമം. എന്റെ രേണു, നേര്യമംഗലത്ത് നാരായണന്റെ മകൻ അപ്പുക്കുട്ടന് അന്നും ഇന്നും എന്നും ചേരുന്ന വേഷം ഒന്നേ ഉള്ളൂ, ഈ ഷർട്ടും മുണ്ടും. അത് മതി എനിക്ക്. അത് പോരാ, ഒരു ഭാര്യയുടെ ഇഷ്ടം കൂടി നോക്കണം. ഓഹോ, അപ്പൊ ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരു വിലയില്ലേ ഇന്ത്യയില്? എന്റെ രേണു, ചേരാത്ത വേഷങ്ങൾ തമ്മിൽ ചേർക്കാൻ നോക്കരുത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്, ഇത് കൊണ്ടുപോയി ആ അലമാരയ്ക്ക് അത് സൂക്ഷിച്ചു വയ്ക്ക്. ഈ അപ്പുക്കുട്ടൻ ഇത് എന്ന് ചേരുന്നു എന്ന് തോന്നുവോ അന്ന് ഞാനിത് ഇട്ടോളാം. കൊണ്ടുപോയി വയ്ക്ക്. എന്തിനാ നീ നിന്നിങ്ങനെ മോങ്ങുന്നേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? മോങ്ങിക്കോ മോങ്ങിക്കോ. അരകത്തിന് ഈ വർഷം എനിക്ക് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ വർഷം 1-ാം തീയതി ഈ വീട്ടിൽ കയറി വന്നത് അപ്പുറത്തെ ആ ദരിദ്രവാസിയല്ലേ? കൃഷ്ണ ഗുരുവായൂരപ്പ, എന്നെയും എന്നെ അരുമയാണ് പൊണ്ടാട്ടിയും നല്ല കാപ്പാത്തിടണേ. കൃഷ്ണ സംസ്ഥാനം പൊറുക്കണേ. ശാന്ത വേണമാ? എന്തോന്ന്? പ്രസാദം. അയ്യോ, പൊക്കോ പൊക്കോ. ദോ വന്നിട്ടേ. എന്റെ ഭാര്യക്ക് നല്ല ബുദ്ധിമുട്ട്. அது வந்து நம்ம சாந்தம் கிட்ட பிரசாதம் கேட்டேன். നോക്ക് നന്നാ തിരിയും. എനിക്ക് നേർപ്പാടെല്ലാം പിടിക്കാതെന്ന്. தெரியும் தெரியும், എനിക്ക് நல்லா தெரியும். എൻ അൻപ് റുക്കുവിന്റെ കഴുത്തിൽ താലി കെട്ടി അന്ത നാൾ മുതൽ എനിക്ക് நல்லா தெரியும் എൻ റുക്കു ആരെന്ന്. തിന്നോളൂ, അല്ല തൊട്ടോളൂ. ஐயோ, ஆபீஸ் போற டைம் ஆச்சு, ஒண்ணு சாப்பிட வேண்டாமா? நம்ம சாந்தா கிட்ட சொல்லி ஏதாவது. வேண்டானா நானே எடுத்து தருவேன். வேണ്ട ருக்கு, டாக்டர் என்ன சொல்லிருக்கு தெரியலையா? உனக்கு பெட் ரெஸ்ட் தானே? டாக்டர்ஸ் எல்லாம் அப்படித்தானே இல்லவா? நான் ரெஸ்ட் எடுத்ததுன்னு உங்களை யார் பாக்குறது? அது பிரச்சனை இல்ல, உள்ள நம்ம சின்ன கண்ணு இருக்கு இல்லையா? போங்கண்ணா. ஐயோ, அப்படி போவாது, மெதுவா போணும். இப்படி எக்கமா இருக்குண்ணா. வாடக்கண்ணா. இப்படியா? போங்க. ருக்கு, நான் போயிட்டு வரேன். ஐயோ, நான் ஒரு விஷயம் மறந்துட்டேன். என்ன விஷயம்? ஐயோ சாரிண்ணா, வலிச்சதா? ரோட்ல எல்லாம் நிறைய பெண்ணுங்கள் உண்டு, அவராரும் என் புருஷனை கண்ணு வைக்க கூடாது. அதுக்குதான் இந்த பியூட்டி ஸ்பாட். அப்புறம் பொம்பளைங்களை பார்க்க கூடாது, நான் வெஜிடேரியன் சாப்பிட கூடாது, சிகரெட் பிடிக்க கூடாது. ஸ்ட்ரைட்டா போய் ஸ்ட்ரைட்டா வரணும். ഇനി വേറെ ഇലൂമിനേഷൻ ഡെക്കറേഷൻ വർക്ക് ഏതാവത് വേണമാ? இல்லண்ணா, போதும். കണ്ടത്തിൽ വെച്ച കോലം പോലെ ഉണ്ടാവും. ഞാൻ വരട്ടിറക്കൂ. അയിരൂരിൽ ഇരുമ്പയിര് കണ്ടെത്തി. ഞാൻ അറിഞ്ഞില്ലല്ലോ അത്. അപ്പൊ കേട്ടോ, മോർണിംഗ് മോർണിംഗ്. ഇതെന്ത് ഈ വേഷത്തിൽ? ഓട്ടം തുള്ളലുണ്ടോ നിനക്ക്? കുത്തുവാക്ക് പറയല്ലേ എന്റെ അപ്പക്കുട്ട.
സ്നേഹമുള്ള ഭാര്യയുടെ ആഗ്രഹങ്ങൾ സ്നേഹത്തോടെ അനുസരിക്കുന്ന ഒരു നല്ലവനായ ഭർത്താവാണ് ഞാൻ. അല്ലേ രേണു? അത് രേണുവിന് എങ്ങനെ അറിയാം? സ്നേഹത്തിന്റെ വെയിറ്റ് ഉള്ള കുത്തായിരിക്കും മുഖത്ത്. ദാ ഇവിടെ ഇവിടെ. ഇന്ന് കരിയിൽ ഒതുങ്ങി. എന്താ പോട്ടെ അത്? രുക്മിണിയുടെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ എന്തിനാ പാവം പ്രേമനെ കളിയാക്കുന്നത്? ഹാവൂ, രേണുവെങ്കിലുണ്ടല്ലോ എന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാൻ. ഇത് സഹതാപമല്ല പ്രേമ, ഈ അവജ്ഞയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പുച്ഛമാ. അനുസരണമുള്ള ഭർത്താവിനെ പറ്റി ആരും അവഹേളിച്ച് പറയരുത്. അത് തെറ്റാണ്, കുറ്റമാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എന്നെ പറ്റി മതി മതി, പീനൽ കോഡൊക്കെ അവിടെ നിൽക്കട്ടെ. മനുഷ്യന്റെ ഓരോ എന്റെ അയ്യോ, ആ ബോംബ് വിളിക്കുന്നു. പൊട്ടുന്നതിന് മുമ്പ് വിട്ടോ. ഞാൻ ഓഫീസിൽ പോയി. അപ്പോട്ടാ വേണമെങ്കിൽ അപ്പോട്ടിനും പ്രേമന്റെ കൂടെ കാറിൽ പോകാലോ. കാശ് കൊടുത്ത് വാങ്ങാതെ വല്ലവന്റെയും കാറിൽ ഓസിന് പോകാൻ ഞാൻ അത്രയ്ക്ക് തരം തന്നിട്ടില്ല. അതവന്റെ അമ്മായിയപ്പ വാങ്ങിച്ചു കൊടുത്ത കാറല്ലേ, അവ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോട്ടെ. ആര് വാങ്ങിക്കൊടുത്താൽ എന്താ? സ്കൂട്ടറിൽ ചെല്ലുന്നതിനേക്കാളും സ്റ്റൈലാ കാറിൽ ചെന്നിറങ്ങുന്നത്. അത്ര വലിയ സ്റ്റൈലൊന്നും നമുക്ക് വേണ്ട. നീ ഇപ്പൊ ഇത് പറയുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാം. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒരു കാറൊക്കെ എടുത്ത് ഇങ്ങനെ ചെത്തി നടന്നുകൂടെയെന്ന്. അതല്ലേ നിന്റെ മനസ്സിരിപ്പ്? അതെ, കാറുള്ളത് ഒരു അന്തസ്സാ. ആ അന്തസ്സിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. നമുക്ക് കാറുണ്ടെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ നീ എങ്ങനെ പറഞ്ഞു നടക്കുന്നത്? ഇല്ലാത്ത അന്തസ് പറഞ്ഞുണ്ടാക്കുന്ന അപകട. നോക്ക്, എനിക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ സ്റ്റൈലിന് 5-6 കാറുകൾ വാങ്ങിച്ചിടാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ വേണ്ട, കാറിന്റെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. നമുക്ക് നമ്മുടെ പഴയ സ്കൂട്ടർ തന്നെ മതി. പോട്ടെ. ഗുഡ് മോർണിംഗ് സാർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി. കൊണ്ടുപോകണം. ഇന്നത്തെ കണ്ടന്റ് എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ 3 തലവര. ഞാൻ മതിയായിരുന്നു. ഭസ്മക്കുറി എഴുത്. കവിളിലൊരു കറുത്ത കുത്ത് സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തോ. അതിന്റെ റൂമിന്റെ ചാവിങ്ങ ഇതാ സാർ. ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാർ തന്നെ നല്ലൊരു ഉദാഹരണമാണ്. എങ്കിലെന്താ അയാൾ വിലസണ്ടല്ലേ?